ഹലോ, നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വന്നിരിക്കുകയാണ്. സംഭവം ഈ വീഡിയോ നമ്മളിപ്പോൾ വേറെ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും നമ്മുടെ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ലീക്ക് കാര്യങ്ങളെല്ലാം മാറി. ഇപ്പോൾ നിലവിൽ ലീക്കൊന്നും എവിടെ ഇല്ല, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഇനി നല്ല രീതിക്ക് ഒന്ന് സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മഴ മാറണം. കാരണം നല്ല തോരാത്ത മഴയാണ്. ഡെയിലി മഴ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കൂടുതലായി വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമന്റിനെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരുന്നു വെച്ചാല്, ഒരു എഞ്ചിനീയറിന്റെ സാമീപ്യം ഉണ്ടായിരുന്നെങ്കിൽ വീട് ഒന്നുകൂടെ അടിപൊളിയാക്കാമായിരുന്നു, അതേമാതിരി പിഴവുകൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു എന്നാണ് കൂടുതൽ വന്ന കമന്റ്. അതില് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ 1-2 പേരെയൊക്കെ വിളിച്ചതാണ്, എഞ്ചിനീയർമാരെ വിളിച്ചു. അത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവര് നമ്മളുടെ ഈ വീട് എല്ലാ കാര്യങ്ങളിലും നോക്കി നടത്തി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെ കോൺട്രാക്ട് കൊടുക്കുന്ന പക്ഷം ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ എന്ന തോതിലാണ് അവരുടെ റേറ്റ് പറഞ്ഞത്. അതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് പറഞ്ഞത് 1500 രൂപ കേട്ടോ. അതിന്റെ മുകളിലേക്ക് പിന്നെ റേറ്റ് പറഞ്ഞൊരു വേറെ ഉണ്ട്. അപ്പോ 1500 രൂപയ്ക്ക് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് തന്നെ 15 ലക്ഷം രൂപ. അത് കൂടാതെ നമ്മള് വയറിങ്, പ്ലംബിങ്, മെറ്റീരിയൽസ് നമ്മൾ എടുത്തു കൊടുക്കണം. അതേപോലെ വയറിങ്, പ്ലംബിങ് വർക്കുകൾ വേറെ ആളെ വെച്ച് ചെയ്യിക്കും വേണം. അപ്പൊ വയറിങ്ങും പ്ലംബിങ്ങും കൂടാതെയാണ് ഒരു സെന്റിന് 1500 രൂപ എന്നുള്ള ഒരു തോതിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് എഞ്ചിനീയർമാർക്ക് ആരും നമ്മൾ സമീപിക്കാതെ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ഈ വീട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്ലാൻ വരച്ചതും ഈ പറയുന്ന പോലെ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഡിസൈനറിനെ പോയി കണ്ട് എൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളെല്ലാം പുള്ളിക്ക് പറഞ്ഞു കൊടുത്ത് പുള്ളിയാണ് അളവ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നതെല്ലാം പുള്ളിയാണ്. വിജയൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, ശ്രീനന്ദന ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ആദ്യം മുതൽ കണ്ട കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ പ്ലാൻ വരച്ചത് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയുടെ നമ്പർ പലർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത വീട്. നിങ്ങൾ ആ ഒരു ചിന്താഗതിയോടുകൂടി നടക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ ഈ കേരളത്തില്, ഇല്ലെങ്കിൽ വേണ്ട നമ്മളുടെ ഇന്ത്യയിൽ വേണ്ട, നമ്മുടെ കേരളം തന്നെ എടുക്കുക. ആദ്യം ഓലപ്പരയായിരുന്നു, കുടിലുകളായിരുന്നു. അത് കഴിഞ്ഞ് അത് അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് നമ്മളുടെ ഇപ്പോൾ ഈ നിലനിൽക്കുന്ന ഇതുവരെ. അപ്പൊ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അത് ചിലവര് അതിനെ അക്സെപ്റ്റ് ചെയ്യും, ചിലവർ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിലൊന്നും കാര്യമില്ല. എനിക്കൊരു വീട് പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വീട് ഏറ്റവും ചെറിയ ചെലവില് നിർത്തണം, എന്നാൽ വലിയൊരു വീടും ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതിലെത്തിയതാണ്. അതും ഇപ്പൊ ഈ നമ്മള് ഇങ്ങനെ നിന്ന് ഈ സംസാരിക്കാനുള്ള കാരണം അടക്കം ഈ കാണുന്ന വീടാണ്. കാരണം എന്ന് പറഞ്ഞാല്, മറ്റുള്ളവർ പണിയുന്ന അതേപോലെ ഒരു വീട് പണിത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു വ്യത്യസ്തത ഉള്ളത്. നമ്മള് വ്യത്യസ്തമായിട്ടുള്ളൊരു വീട് പണിത് കഴിയുമ്പോഴാണ് അതിൽ ഒരാൾക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായി, അവര് ഇതേപോലെ ചിന്തിച്ച് അവർക്ക് ഇതേപോലെ പണിയാനുള്ളൊരു ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ എന്നെ അങ്ങനെ കുറെ പേര് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ചിലവര് മറ്റേ ടെറസ് വീടിന്റെ മുകളിലേക്ക് ലീക്കും കാര്യങ്ങളും കാരണവും താഴെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടും റൂം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവര് ടെറസിന്റെ മുകളിലേക്ക് ഇതേപോലെ എയർ ഫ്രെയിം ചെയ്യുന്നവരുണ്ട്, ബോർഡ് വെച്ച് പാർട്ടീഷൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഈ ഐഡിയാസ് കാര്യങ്ങളെല്ലാം കണ്ട്
എന്നെ വിളിച്ച് സംസാരിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വീട് എന്നൊന്നും നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റില്ല. നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ള പോലെ, നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ, നമ്മളുടെ ഐഡിയയിൽ നമ്മളൊരു വീട് പണിയുമ്പോഴാണ് നമ്മളുടെ സ്വന്തം വീട് ആവും. അതേപോലെ എന്ത് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും നമ്മളത് അഡ്ജസ്റ്റ് ആവും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കാരണമാണ് എന്നുള്ളത് നമുക്കറിയാം, അഡ്ജസ്റ്റ് ആവും. പിന്നെ എന്താണേലും പരിഹരിക്കാൻ പറ്റാത്ത കേടൊന്നുമല്ലോ. എന്ത് കേസാണേലും നമുക്കതിന് പരിഹാരമുണ്ട്. അതിനുള്ള എല്ലാവിധ ടെക്നോളജികളും കാര്യങ്ങളും നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ എൻ്റെ നെഗറ്റീവ് വീഡിയോയ്ക്കാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഏറ്റവും കൂടുതൽ റീച്ചായി പോയേക്കുന്നത് ആ നെഗറ്റീവ് വീഡിയോ ആണ്. ഏകദേശം 36K വ്യൂസ് ആയിട്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. എന്തായാലും അതിനകത്ത് കുറേ പേര് സങ്കടം കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും അറിയിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ വീടിൻ്റെ ഇനിയും കുറച്ചുകൂടെ പണികൾ തീരാനുണ്ട്. ആ പണികളെല്ലാം 1 by 1 ആയിട്ട് മഴ ഇങ്ങനെ തോരാതെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വേറെ പണികൾ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്തത്. പിന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളുടെ സോളാറിൻ്റെ പരിപാടി ഏകദേശം ഒരു മാസത്തിനുള്ളിൽ സോളാറിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കാരണം നമ്മൾ സോളാറിൻ്റെ ഏകദേശം പേപ്പർ വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 1-2 പേപ്പർ വർക്ക് റെഡിയായാൽ മതി. അത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ റെഡിയാവും. അതിനുശേഷം സോളാറിൻ്റെ പരിപാടി എന്തായാലും ഉണ്ടാവുന്നതാണ്. നമ്മൾ 3 കിലോവാറ്റിൻ്റെ സോളാറാണ് വെക്കുന്നത്. മറ്റേ ഏകദേശം 2,30,000 രൂപയാണ് ടോട്ടൽ റേറ്റ്. അതിനകത്ത് സബ്സിഡി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ലോൺ ഇട്ടിട്ടാണ് നമ്മൾ സോളാർ ചെയ്യുന്നത്. നമ്മൾ നിലവിൽ ക്യാഷോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതിനുള്ള പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. 10 വർഷത്തിനുള്ളിൽ നമ്മൾ ആ ലോൺ അടച്ച് തീർത്താൽ മതി. കുറച്ചായിട്ടോ ഇല്ലെങ്കിൽ ഫുള്ളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് അടച്ചു തീർക്കാം. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തായാലും വേറെ ഒന്നും ഇല്ല. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് നമ്മളുടെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു വീഡിയോ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും എല്ലാത്തിലും എൻ്റെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. സ്വന്തമായൊരു വീട് പണിത് നല്ലൊരു അനുഭവം ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പോരായ്മകൾ എന്താണേലും ഞാൻ പറഞ്ഞു തരാം. അതിന് നമുക്ക് നിങ്ങളെപ്പോൾ വേണേൽ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഈ വീട് കാണാൻ വരാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. വിളിച്ചിട്ട് സൗകര്യം പോലെ നിങ്ങളൊരു ദിവസം ഇറങ്ങിക്കോളൂ വിളിച്ചു പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല. കണ്ടന്റുകൾ കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ട് വെറുതെ ചപ്പ് ചവറ് കണ്ടന്റുകൾ ഇട്ടിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കണ്ടന്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ, താങ്ക് യു.